കേരളത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി അറിയുന്ന നിമിഷങ്ങളിലേക്ക്, മിനിറ്റുകളിലേക്ക് കേരളം കടന്നിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ കടന്നിരിക്കുന്നു. അപ്പോൾ മനു തുടങ്ങുകയല്ലേ? അവർ വോട്ടെണ്ണി തുടങ്ങി, നമ്മളും തുടങ്ങി. അതെ, 8 മണി കഴിഞ്ഞിരിക്കുന്നു, നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യം നേരത്തെ ഷീജയും നമ്മുടെ പ്രതിനിധികൾ എല്ലാ ജില്ലകളിൽ നിന്ന്, എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് നൽകിയ വിവരങ്ങൾ പോലെ തന്നെ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തുകളുടെ തപാൽ വോട്ടുകൾ ജില്ലാ കളക്ടർമാരാണ് വരണാധികാരികൾ, അവരുടെ ടേബിളിലാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കുമുള്ള തപാൽ വോട്ടുകൾ അതാത് ബ്ലോക്ക് കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. അവിടുത്തെ വരണാധികാരികളാണ്, ബ്ലോക്ക് വരണാധികാരി, ഗ്രാമപഞ്ചായത്ത് വരണാധികാരി തപാൽ വോട്ടുകൾ എണ്ണും. അതുപോലെ നഗരസഭയിലായാലും കോർപ്പറേഷനിലായാലും സമാനമായ രീതിയിൽ തന്നെ നഗരസഭയ്ക്കും കോർപ്പറേഷനും ഒറ്റ വോട്ടായിരുന്നു. പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോഴാണ് 3 വോട്ടുകൾ ഉണ്ടായിരുന്നത്. പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും വോട്ട് ചെയ്തു. നഗരസഭകളിൽ നഗരസഭാ വാർഡുകളിലെ കൗൺസിലർമാരെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്തു. കോർപ്പറേഷനുകളിൽ കോർപ്പറേഷൻ കൗൺസിലർമാരെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടുമാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുക എന്താണ്? ജനവിധി എന്താണ്? ആർക്കൊപ്പമാണ്? എവിടെയൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്? ഒരുപാട് ഘടകങ്ങളുണ്ട്, പല അടിയൊഴുക്കുകളുമുണ്ട്. പ്രാദേശിക ഘടകങ്ങൾക്ക് വലിയ സ്വാധീനവും ചെലുത്താൻ കഴിയുന്നതാണ്. ഇതെല്ലാം വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. വളരെ സമഗ്രമായി തന്നെ കൈരളി ന്യൂസിൻ്റെ ഈ സ്ക്രീനിലേക്ക് പ്രേക്ഷകരെ കൂടി പരിചയപ്പെടുത്താം. ഏറ്റവും മുകളിൽ ടോപ്പ് ബാൻഡ് എന്ന നിലയിൽ ഏറ്റവും മുകളിൽ ഞാൻ ഈ സൂചിപ്പിച്ച വിധം എല്ലാ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ എല്ലാം LDF, UDF, BJP അല്ലെങ്കിൽ NDA എന്ന നിലയിൽ അറിയാം. കേരളത്തിൽ ഇപ്പോൾ 86 നഗരസഭകളിലേക്കാണ് വോട്ടെണ്ണുന്നത്. ജില്ലാ പഞ്ചായത്ത് 14, അതാണ് ഏറ്റവും മുകളിലായി കാണുന്നത്. അത് കഴിഞ്ഞ് എന്നെയും മനുവിനെയും അതുപോലെ വോട്ടെണ്ണൽ കേന്ദ്രവും ഒക്കെ കാണുന്ന വീഡിയോ ആ സ്ക്രീനിൻ്റെ ഇടതുഭാഗത്ത് കാണുന്നതാണ് ജില്ലാ പഞ്ചായത്ത്. അതിനിടയിൽ ഇതുപോലെ മറ്റെല്ലാം മാറ്റിവെച്ച് കേരളമാകെ എങ്ങനെ എന്നറിയാൻ കഴിയുന്ന കാർഡിലേക്ക് നമ്മൾ പോകും. ജില്ലാ പഞ്ചായത്ത് ഇടതുഭാഗത്തുണ്ട്. ഓരോ ജില്ല തിരിച്ചും കോട്ടയത്ത് ആകെ എത്ര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് ഉള്ളത് എന്നുള്ളത് അടക്കമറിയാം. ഓരോ ജില്ല കേന്ദ്രീകരിച്ചും ഇടതുഭാഗത്ത് കാണാം ജില്ലാ പഞ്ചായത്ത്. ആ വീഡിയോ സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് മുകളിൽ ഗ്രാമപഞ്ചായത്ത് കാണാം. ഗ്രാമപഞ്ചായത്തും ജില്ല തിരിച്ചു തന്നെയാണ്. നോക്കൂ, എറണാകുളം ജില്ല 82 ഗ്രാമപഞ്ചായത്തുകൾ. തൃശ്ശൂർ ജില്ലയിലേക്ക് പോയാൽ 86, അങ്ങനെ കാണാം. തൊട്ട് താഴെ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ല തിരിച്ചു കൊടുത്തിരിക്കുന്നു. തിരുവനന്തപുരം ജില്ല 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ. അതിൽ LDF എത്ര ലീഡ് ചെയ്യുന്നു, UDF എത്ര ലീഡ് ചെയ്യുന്നു, എന്താണ് NDAയുടെ സ്റ്റാറ്റസ്, ഇതറിയാം. അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ഭാഗങ്ങളിലായി ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വരുന്നു. നേരെ താഴെ നമ്മൾ കാണുന്നതാണ് നഗരസഭകൾ ആകെ 86. ഓരോ നഗരസഭയും അതിലുണ്ട്. ലീഡ് വരുന്നതനുസരിച്ച് ഓരോ നഗരസഭയും അവിടേക്ക് വരും. നഗരസഭ തൊട്ടിപ്പുറത്ത് മധ്യഭാഗത്ത് താഴെ കാണുന്നതാണ് കോർപ്പറേഷൻ. 6 കോർപ്പറേഷൻ. തൃശ്ശൂർ 56 ഡിവിഷനുകളാണുള്ളത്. അതിൽ LDF എത്ര, UDF എത്ര, NDA ഇങ്ങനെ അറിയാം. കോഴിക്കോട് 76. നോക്കൂ, ഇതിനിടയിൽ കേരളമാകെ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും വിധത്തിലേക്ക് കൂടി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വിവരങ്ങൾ എത്തിക്കുക. അങ്ങനെ വോട്ടെണ്ണൽ ആരംഭിച്ചു എന്നതുപോലെ തന്നെ സ്ക്രീനും പ്രധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് കണ്ട് പരിചയിച്ച് അതിനോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. കാരണം അത്രയേറെ സമഗ്രമായി സൂക്ഷ്മതലത്തിൽ നടക്കുന്ന ത്രിതല സംവിധാനം രാജ്യത്തുള്ള കേരളം, ആ കേരളത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സജ്ജീകരണം കൈരളി ന്യൂസ് ഒരുക്കിയത് പറഞ്ഞതാണ്, സൂചിപ്പിച്ചതാണ്. വോട്ടെണ്ണൽ ആരംഭിച്ചു, തപാൽ വോട്ടുകൾ എണ്ണുന്നു എന്ന മനു നമ്മൾ 8 മണിക്ക് പറഞ്ഞ ആ വിവരത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. അതാണ് ഫസ്റ്റ് ആദ്യ അപ്ഡേഷൻ നമ്മുടെ മുൻപിലേക്ക്. മനു ആ പറയുന്നത് കേട്ടതൊന്നും അവിടെ മാത്രമാണെന്നാണ്. അല്ല, ആദ്യ അപ്ഡേഷൻ വന്നതാണ്. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണം കേട്ടോ. ആദ്യ അപ്ഡേഷൻ വന്നിരിക്കുന്നു. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇതാ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.